ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ജാവയിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. മോഡ്യൂൾ 3 അടുത്ത ടോപ്പിക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. പാക്കേജസ് നിങ്ങളെല്ലാം പഠിച്ചു എന്ന് ഞാൻ കരുതുന്നു. സോ നമ്മളിനി അടുത്ത ടോപ്പിക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിലോട്ട് പോവുകയാണ്. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ മെയിനായിട്ട് എക്സെപ്ഷൻ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ സാധാരണ ഏതൊരു പ്രോഗ്രാമിലും ഉണ്ടാകുന്ന 2 ടൈപ്സ് ഓഫ് എറേഴ്സാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും while we write programs it may cause 2 types of errors. Okay, ഒന്ന് കമ്പൈൽ ടൈം എറേഴ്സും രണ്ട് റൺ ടൈം എറേഴ്സും. ഈ 2 എറേഴ്സാണ് സാധാരണയായിട്ട് നമുക്ക് പ്രോഗ്രാംസിൽ വരുന്നത്. സോ എന്താണ് കമ്പൈൽ ടൈം എറേഴ്സ്? കമ്പൈൽ ടൈം എറേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ ലിസ്റ്റ് ചെയ്ത് വരുന്ന എറേഴ്സ് ഇല്ലേ. അതായത് ഇപ്പോൾ ജാവ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ കമ്പൈൽ ചെയ്യുന്ന ഏത് ടൂൾ യൂസ് ചെയ്താണ്? ജാവാസി ടൂൾ യൂസ് ചെയ്താണ്. ജാവാസി നമ്മുടെ പ്രോഗ്രാമിൻ്റെ നെയിം, ഇപ്പോൾ എക്സാമ്പിൾ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നതെങ്കിൽ ജാവാസി മൈ ഫസ്റ്റ് പ്രോഗ്രാം ഡോട്ട് ജാവ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അത് കമ്പൈലാകുമ്പോൾ കുറേ എറേഴ്സ് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ എറേഴ്സിനെയാണ് നമ്മൾ കമ്പൈൽ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കാരണമാണ് കമ്പൈൽ ടൈം എറേഴ്സ് ഉണ്ടാകുന്നത്? കമ്പൈൽ ടൈം എറേഴ്സ് ഉണ്ടാകാൻ കാരണം നമ്മൾ എഴുതുന്ന പ്രോഗ്രാംസിലുള്ള എന്തെങ്കിലും സിൻറ്റാക്റ്റിക്കലായിട്ടുള്ള എറേഴ്സ് കാരണമാണ്. സിൻറ്റാക്സിൽ വരുന്ന മാറ്റം, നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും പ്രോപ്പറായിട്ട് എഴുതിയില്ല എങ്കിൽ വരുന്ന എറേഴ്സ് കാരണമാണ് കമ്പൈൽ ടൈം എറേഴ്സ് വരുന്നത്. ദാറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ നോൺ ആസ് കമ്പൈൽ ടൈം എറേഴ്സ്. ഓക്കെ, അപ്പം നമ്മൾ കമ്പൈൽ ടൈമിൽ എററായി പോയാൽ നമ്മൾ ഇപ്പോൾ സാധാരണ എന്താണ്, ഒരു എറർ ഇല്ലാത്ത പ്രോഗ്രാം ഡോട്ട് ജാവ പ്രോഗ്രാം സക്സസ്ഫുള്ളി കമ്പൈൽ ചെയ്താൽ ഡോട്ട് ക്ലാസ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും ഓൺ ദ സെയിം ഫോൾഡർ. അപ്പോൾ എറർ ആവുകയാണെങ്കിൽ എന്താണ്, ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യപ്പെടത്തില്ല. ഈ എറർ ഇപ്പം നമ്മൾ കറക്റ്റ് ചെയ്യുന്നു, ആ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വി ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, സോ അതാണ് കമ്പൈൽ ടൈം എറേഴ്സ്. കമ്പൈൽ ടൈം എറേഴ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇത് മിസ്സിംഗ് സെമി കോളൻസ്, മിസ്സിംഗ് ബ്രാക്കറ്റ്സ് ഇൻ ക്ലാസ്സസ് ആൻഡ് മെത്തേഡ്സ്, മിസ്സ്പെല്ലിംഗ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ് ആൻഡ് കീവേഡ്സ്, മിസ്സിംഗ് ഡബിൾ കോട്ട്സ് ഇൻ സ്ട്രിങ്സ്, യൂസ് ഓഫ് ഡിക്ലയർഡ് വേരിയബിൾസ്, incompatible types in assignments and initialization, bad references to objects, use in equal to in place of equal to operator. So ഇതാണ് ഇത്രയും ആണ് മെയിനായിട്ട് യൂഷ്വലി ഉണ്ടാകുന്ന എറേഴ്സിനുള്ള കാരണം. ഇതല്ലാതെ വേറെ എന്തെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ സിൻറ്റാക്സിന് ചേരുന്നത് പോലെ നമ്മൾ എഴുതിയില്ല എങ്കിൽ ദാറ്റ് മേ ഓൾസോ കോസ് എന്ത് ടൈപ്പ് എറർ? കമ്പൈൽ ടൈം എറർ. സോ ഇതാണ് മെയിൻ കോസ് ഓഫ് കമ്പൈൽ ടൈം എറേഴ്സ്. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എറർ, റൺ ടൈം എറർ. സോ നമ്മുടെ ഈ പോർഷനിൽ നമ്മൾ മെയിനായിട്ട് ഇനി പഠിക്കാൻ പോകുന്നതും ഈ റൺ ടൈം എററിനെ കുറിച്ചാണ്. അതായത് ചില പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചില പ്രോഗ്രാം സക്സസ്ഫുള്ളി അത് കമ്പൈൽ ചെയ്ത് ഡോട്ട് ക്ലാസ് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ റൺ ചെയ്യാൻ സമയത്തായിരിക്കും, റൺ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു എറർ മെസ്സേജ് നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കും, നിങ്ങളുടെ ഇൻ്റർഫേസിൽ എഴുതി കാണിക്കും. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സിനെ, അതായത് റൺ ടൈമിൽ കണ്ടുപിടിക്കപ്പെടുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് എറേഴ്സ് എന്ന് പറയുന്നത്? റൺ ടൈം എറേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് എക്സാമ്പിൾസാണ്. ഡിവൈഡിങ് ആൻ ഇൻറ്റിജർ ബൈ 0. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എഴുതിയ പ്രോഗ്രാമിൽ ലോജിക്കലി നമ്മൾ എഴുതി വെച്ചേക്കാൻ ഡിവൈഡിങ് ബൈ 0 കൊടുക്കുകയാണ്. ഈസ് ഇറ്റ് പോസിബിൾ? നോ, it is not possible. Dividing an integer by 0 is not possible. സോ അത് എന്ന് പറയുന്നത് സിൻറ്റാക്റ്റിക്കൽ എറർ അല്ലേ? ഇപ്പോൾ നമ്മൾ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ജസ്റ്റ് ആ ഒരു ഫോർമേഷൻ മാത്രമേ അവർ നോക്കുകയുള്ളൂ.
ഒരു നമ്പറാണോ, ഡിവിഷൻ സിമ്പലിന് തൊട്ട് മുൻപ് കിടക്കുന്ന ഒരു നമ്പറാണോ, അതിന് ആഫ്റ്റർ കിടക്കുന്ന ഒരു നമ്പറാണോ എന്നൊക്കെ ഉള്ള ആ ഫോർമേഷൻ കറക്റ്റ് ആണോ എന്ന് മാത്രമേ കമ്പൈൽ ടൈമിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ ഡോട്ട് ക്ലാസ് ഫയലിലോട്ട് കൺവേർട്ട് ആയിപ്പെടും. പക്ഷേ ക്ലാസ് ഫയലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർപ്രറ്റർ എടുത്ത് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർപ്രറ്ററിന് ഡിവൈഡിങ് ബൈ 0 പോസിബിൾ ആണോ? അല്ല. അവിടെ വെച്ച് ഒരു എറർ കോസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ടൈപ്പ് ഓഫ് എറേഴ്സ് ആർ നോൺ ആസ് റൺ ടൈം എറർ. ഓക്കെ, സോ ഒരു എക്സാമ്പിളാണ് ആദ്യം പറഞ്ഞത്, ഡിവൈഡിങ് ആൻ ഇൻറ്റിജർ ബൈ 0. നെക്സ്റ്റ് ഒരെണ്ണം, accessing an element that is out of the bounds of an array. ഒരു അറേ ഉണ്ട് നമുക്ക്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ അറേ സൈസ് 10 ആണ്, നമ്മൾ അറേ ഓഫ് 12 നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈസ് ഇറ്റ് പോസിബിൾ? നോ. ഓക്കെ, അത് പക്ഷേ സിൻറ്റാക്റ്റിക്കൽ എറേഴ്സ് നോക്കുമ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ trying to store a value into an array of an incompatible class or type. അതായത് ഇപ്പോൾ ഒരു അറേ എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ടൈപ്പായിരിക്കും. ഓക്കെ, ഡിക്ലെയർഡ് ടൈപ്പായിരിക്കും. അത് ഇപ്പോൾ ഇൻറ്റിജർ അറേ ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ക്യാരക്ടർ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. സോ വൈൽ വി ഡിക്ലെയർ ഇറ്റ് വിൽ ബി ഓഫ് വൺ ടൈപ്പ്, ആൻഡ് വെൻ വി ട്രൈ ടു സ്റ്റോർ അനദർ വാല്യൂ, ഓക്കെ, ഇൻറ്റിജർ അറേയിലോട്ടൊരു ക്യാരക്ടർ ടൈപ്പ് ഒരു വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കോസ് ആൻ എറർ, അല്ലേ? അതും റൺ ടൈം എററാണ്. ദെൻ ട്രൈയിങ് ടു കാസ്റ്റ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ടു വൺ ഓഫ് ഇറ്റ്സ് സബ് ക്ലാസസ്. ഓക്കെ, അതായത് ടൈപ്പ് കാസ്റ്റിംഗ്. ഒരു ഒബ്ജക്റ്റിനെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ വേറെ അതിൻ്റെ ഒരു സബ് ക്ലാസ് ആയിട്ട് നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. ദെയർ കോസ് അനദർ പ്രോബ്ലം. ടൈപ്പ് കാസ്റ്റിംഗ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു ടൈപ്പിനെ മറ്റൊന്നിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഒബ്ജക്റ്റും നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സൂപ്പർ ക്ലാസ് ഒബ്ജക്റ്റിനെ എടുത്ത് നമ്മളൊരു സബ് ക്ലാസിൻ്റെ ടൈപ്പിലോട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. ദെയർ കോസ് എ റൺ ടൈം എറർ. ഓക്കെ, സബ് ക്ലാസ്സിനെ നമുക്ക് സൂപ്പർ ക്ലാസ്സായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാം, പക്ഷേ സൂപ്പർ ക്ലാസ്സിനെ എടുത്ത് സബ് ക്ലാസ്സായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദെയർ വിൽ ഓൾസോ അറൈസ് എ റൺ ടൈം എറർ. ഇനി അടുത്തത്, പാസിങ് എ പാരാമീറ്റർ ദാറ്റ് ഈസ് നോട്ട് ഇൻ എ വാലിഡ് റേഞ്ച് ഓ വാല്യൂ ഫോർ എ മെത്തേഡ്. ഓക്കെ, അതായത് നമ്മളൊരു പാരാമീറ്റർ പാസ് ചെയ്യാണ്. ഓക്കെ, അത് ചിലപ്പോൾ നമ്മൾ പറയുന്ന ടൈപ്പല്ല, മെത്തേഡിൽ പറഞ്ഞേക്കുന്ന ടൈപ്പ് പാരാമീറ്റർ അല്ല നമ്മൾ പാസ് ചെയ്യുന്നത്, അവിടെ ഒരു എററായി. ഓക്കെ, അല്ലെങ്കിൽ ആ റേഞ്ചിലോ ആ വാല്യൂവിലോ ഉൾക്കൊള്ളുന്ന ഒരു വാല്യൂ അല്ല നമ്മൾ പാസ് ചെയ്യുന്നതെങ്കിൽ ദെയർ കോസ് ആൻ എറർ. ഓക്കെ, ഇനി ട്രൈയിങ് ടു ഇല്ലീഗലി ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ ത്രെഡ്. ഓക്കെ, ട്രൈയിങ് ടു ഇല്ലീഗലി ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് എ ത്രെഡ്. ത്രെഡ് മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു പോർഷൻ നെക്സ്റ്റ് പോർഷനാണ്, അത് പഠിക്കും. ത്രെഡ്സിന് ഓരോ സ്റ്റേറ്റ് ഉണ്ട്. അത് നമ്മളതിനെ ആ ത്രെഡിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ദെയർ വിൽ അഗെയിൻ കോസ് എ റൺ ടൈം എറർ. ഓക്കെ, ഇനി അടുത്തത്, അറ്റംപ്റ്റിംഗ് ടു യൂസ് എ നെഗറ്റീവ് സൈസ് ഫോർ ആൻ അറേ. ഓക്കെ, നെഗറ്റീവ് സൈസ് അറേ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ശരിക്കും അറേ എന്നൊക്കെ പറഞ്ഞാൽ പോസിറ്റീവ് സൈസേ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു അറേയുണ്ട്, എ ഓഫ് 10 എന്ന് പറയുന്ന ഒരു അറേയുണ്ട് എങ്കിൽ, 10 സൈസുള്ളൊരു അറേയുണ്ടെങ്കിൽ എ ഓഫ് -2 എന്നൊക്കെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ ദെയർ വിൽ ഓൾസോ കോസ് ആൻ എറർ, അല്ലേ? പക്ഷേ വി ക്യാൻ ഗീവ് ഇറ്റ് എസ് എ ഓഫ് -2 എന്ന് കൊടുക്കാൻ പറ്റും. സിൻറ്റാക്റ്റിക്കലി ഇറ്റ് ഈസ് കറക്റ്റ്, ബട്ട് ലോജിക്കലി വെൻ വി ഇംപ്ലിമെൻറ്റ് ദെയർ വിൽ ഡെഫിനറ്റ്ലി കോസ് എ പ്രോബ്ലം. ഓക്കെ, ഇനി അടുത്തത്, യൂസിങ് എ നൾ ഒബ്ജക്റ്റ് റെഫറൻസ് ആസ് എ ലെജിറ്റിമേറ്റ് ഒബ്ജക്റ്റ് റെഫറൻസ് ടു ആക്സസ് എ മെത്തേഡ് ഓർ എ വേരിയബിൾ. ഓക്കെ, സോ അതായത് ഒബ്ജക്റ്റ് റെഫറൻസ് ചെയ്യുമ്പം ഇല്ലാത്ത ഒരു ഒബ്ജക്റ്റിന് നമ്മൾ റെഫർ ചെയ്ത് അതിൻ്റെ ഒരു മെത്തേഡിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. സോ അവിടെ എഗെയിൻ ഇറ്റ് വിൽ കോസ് എ പ്രോബ്ലം, റൺ ടൈം എററാണത്. അടുത്ത, കൺവേർട്ടിങ് ഇൻവാലിഡ് സ്ട്രിങ് ടു എ നമ്പർ. ഒരു സ്ട്രിങ്, ഓക്കെ, അതിനെ നമ്മൾ നമ്പർ ഇൻവാലിഡ് സ്ട്രിങ് ആണ്, അതിനെ നമ്മൾ ഈ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദെയർ വിൽ ഡെഫിനറ്റ്ലി കോസ് എ പ്രോബ്ലം. ദെൻ ആക്സസിങ് എ ക്യാരക്ടർ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ബൗണ്ട്സ് ഓഫ് എ സ്ട്രിങ്. ഓക്കെ, ഒരു സ്ട്രിങ്ങിൻ്റെ ഔട്ട് ഓഫ്, അപ്പോൾ നമുക്കറിയാം സ്ട്രിങ് എങ്ങനെയാണ്
ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഓൾറെഡി നമ്മൾ സ്ട്രിങ്ങിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് ബൗണ്ട്സ് ആയിട്ടുള്ള ഒരു അപ്പോൾ സ്ട്രിങ്ങിനൊരു സൈസ് കാണും. ആ സൈസിന് അപ്പുറത്തുള്ള ഒരു ക്യാരക്ടറിന് നമ്മൾ ക്യാർ@, ഇപ്പോൾ സ്ട്രിങ് 5 ആണ് സൈസെങ്കിൽ ക്യാർ@8 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ബൗണ്ട്സ് ആണ്. ദെയർ വിൽ ഓൾസോ കോസ് എ റൺ ടൈം എറർ. സോ മെയിനായിട്ട് വരുന്ന റൺ ടൈം എറേഴ്സിന് കുറച്ച് എക്സാമ്പിൾ, 8-10 എക്സാമ്പിളാണ് ഈ തന്നേക്കുന്നത്. 5 മാർക്കിന് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് എറേഴ്സും അതിൻ്റെ ഒരു ഡിഫറൻഷിയേഷനും എക്സാമ്പിൾസും. എല്ലാവരും ബി പ്രിപ്പയർഡ് ടു റൈറ്റ് ദാറ്റ് ക്വസ്റ്റ്യൻ ഫോർ 5 മാർക്സ്. ഓക്കെ, ഇനി ഞാനൊരു റൺ ടൈം എററിന് ഒരു എക്സാമ്പിൾ കാണിച്ചു. ഓക്കെ, അപ്പോൾ എന്താ നോക്കൂ. ഒരു ക്ലാസ് error2 എന്ന് പറയുന്ന ഒരു ക്ലാസ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ARGS. അതിൽ 3 വേരിയബിൾ ABC, എക്ക് 10 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കൊടുത്തു, ബിക്ക് 5, സിക്ക് 5. ഓക്കെ, ദെൻ x is equal to a divided by b minus c എന്ന് കൊടുത്തു. ഓക്കെ, system.out.println x is equal to എന്താണെന്ന് എക്സ് പ്രിൻ്റ് ചെയ്തു. ദെൻ ഇൻറ്റു y is equal to a divided by b plus c. system.out.println y is equal to y യും പ്രിൻ്റ് ചെയ്തു. ഓക്കെ, സോ ഈ പ്രോഗ്രാം നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ ദെയർ വിൽ നോട്ട് കോസ് എനി പ്രോബ്ലം ആൻഡ് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് വിച്ച് ഫയൽ, ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ വൈൽ വി എക്സിക്യൂട്ട് ഇറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? ജാവ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നതെന്നറിയാമോ? താഴെ തന്നിരിക്കുന്ന ഒരു എറർ കണ്ടോ? ഇങ്ങനൊരു എററായിരിക്കും അവിടെ വരുന്നത്. എന്താണ്? java.lang.arithmetic exception divide by 0 a error at error2.main ഫംഗ്ഷൻ, error2 ക്ലാസ്സിലെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് error2.java 10th സ്റ്റേറ്റ്മെൻറ്റിലാണ് എറർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 10th സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് ഡൗട്ട് ഉണ്ടോ എണ്ണി നോക്കൂ. ക്ലാസ് error2 എന്ന് പറയുന്നത് 1ാമത്തെ ലൈനാണ്. പിന്നെ ബ്രേസസ് വരുന്ന 2, 3, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ 3, 4, 5, 6, 7, 8. പിന്നെ നമ്മുടെ ഇവിടെ കറക്റ്റ്ലി ആ ഒരു പീസ് ഓഫ് പ്രോഗ്രാമാണ് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അതിന് 2-3 സെൻറ്റൻസ് 2 ലൈൻ മുൻപ് സ്പേസ് കിടന്നിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് 10 എന്ന് വന്നേക്കുന്നത്. എനിവേ ആ ലൈനായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ജാവ ഒരു കോളൻ കാണിച്ചിട്ട് 10 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആ നമ്പർ എത്രാമത്തെ ലൈനിലാണ് എറർ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ആ പബ്ലിക് ക്ലാസ് error2 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ. അതുപോലെ അത് കഴിഞ്ഞിട്ടും ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് ഇൻറ്റ് എ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ സ്പേസും എല്ലാം ഓരോ ലൈൻ ഓഫ് കോഡായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിവേ അങ്ങനെ നമുക്ക് ഏത് ലൈനിലാണ് എറർ സംഭവിച്ചത്, റൺ ടൈം എറർ സംഭവിച്ചതെന്ന് നമുക്ക് വേഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു റൺ ടൈം എറർ വന്നത് എന്ന് കാര്യം മനസ്സിലായാലോ? ഡിവിഷൻ ബൈ 0 ആണ്. അതായത് b മൈനസ് c ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പോൾ ആ ഒരു ഡിവിഷനിലോട്ട് പോകുമ്പോഴാണ് ഇൻ്റർപ്രറ്ററിന് മനസ്സിലാകുന്നത് ഇറ്റ് ഈസ് കോസിങ് ആൻ എറർ. അവിടെ ഒരു എക്സെപ്ഷൻ വന്നു. എക്സെപ്ഷൻ ഇങ്ങനെയുള്ള എക്സെപ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൺ ടൈം എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് എക്സെപ്ഷൻസ് എന്ന് നോക്കാം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ദാറ്റ് ഈസ് കോസ്ഡ് ബൈ എ റൺ ടൈം എറർ ഇൻ ദ പ്രോഗ്രാം. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ റൺ ടൈം എറർ ഉണ്ടാക്കുന്ന ഒരു പ്രോഗ്രാമിൽ റൺ ടൈം എറർ ഉണ്ടാക്കുന്ന ആ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ നമ്മുടെ ഇൻ്റർപ്രറ്റർ ഇങ്ങനെ ഡിവിഷൻ ബൈ ഇൻറ്റിജർ ഒരു 0, ഡിവൈഡിങ് ബൈ 0 ഒരു ചെയ്യുമ്പോഴത്തേക്കും ഒരു എറർ വരികയാണ് അവിടെ. ഓക്കെ, അവിടെ ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഒരു എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിനെ ത്രോ ചെയ്തു. ഓക്കെ, സോ ആ എക്സെപ്ഷൻ ഒബ്ജക്റ്റ് ആ ത്രോ ചെയ്ത എററാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇവിടെ എഴുതി കാണിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയുള്ള എക്സെപ്ഷനെ നമ്മുടെ പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് വരാൻ പാടുണ്ടോ?
പാടില്ല. അപ്പം എക്സെപ്ഷൻസ് വന്നാലുള്ള പ്രശ്നം എന്താണ്? ഇപ്പം ഏതൊരു പ്രോഗ്രാം, ഇപ്പം ഇതൊക്കെ സിമ്പിൾ പ്രോഗ്രാംസ്, നമ്മൾ വലിയ വലിയ പ്രോഗ്രാംസ് എഴുതുമ്പോൾ ഇതുപോലത്തേക്ക് എക്സെപ്ഷനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ എന്താ പ്രശ്നം വരും? നമ്മുടെ പ്രോഗ്രാം പെട്ടെന്നൊരു നിമിഷത്തിൽ അതങ്ങ് സ്റ്റോപ്പായി പോവും. ഓക്കെ, അപ്പോൾ വലിയൊരു പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ അതിൻ്റെ മിഡ് വേയിൽ സ്റ്റോപ്പായി പോയാൽ നമുക്ക് ഊഹിക്കാമല്ലോ, അത് വീണ്ടും ഇനി നമ്മൾ ഒന്നേന്ന് ചെയ്യേണ്ടി വരും. സോ ഒന്നേന്ന് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഒന്നുകൂടെ ആ എറർ കണ്ടുപിടിച്ച് പിന്നെ അത് സോർട്ട് ചെയ്ത് നമ്മൾ എഗെയിൻ ആ ലൈനിൽ പോയി അവിടെ എന്താണ് എറർ എന്നൊക്കെ കണ്ടുപിടിച്ച് വി നീഡ് ടു സോർട്ട് ഇറ്റ്. സോ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ടാകാം എന്ന് നമുക്ക് ആസ് എ പ്രോഗ്രാമർ വി ഷുഡ് ഹാവ് ആൻ ഇൻസൈറ്റ്. ഇന്ന കോഡിൽ ചിലപ്പം എക്സെപ്ഷൻ ഉണ്ടാകാം, വി ഷുഡ് ഹാൻഡിൽ ഇറ്റ് പ്രോപ്പർലി. നമ്മളത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാമിന് അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടായാൽ അതിന് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ജസ്റ്റ് പ്രോഗ്രാം അങ്ങ് ഇൻസ്റ്റൻ്റായിട്ട് അങ്ങ് നിന്ന് പോവുകയല്ല വേണ്ടത്. ഇറ്റ് ഷുഡ് ഷോ ആസ് ആൻ എറർ. ഒരു എറർ നമുക്ക് കാണിച്ചു തരണം. ഓക്കെ, സോ ആ ഒരു ഹാൻഡിലിങ്ങിനെയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു എറർ വന്ന് നമ്മുടെ പ്രോഗ്രാം എന്തെങ്കിലും ഒരു എറർ വന്നാലും, ഇഫ് വി വാണ്ട് ദ പ്രോഗ്രാം ടു കണ്ടിന്യൂ വിത്ത് ദ എക്സിക്യൂഷൻ ഓഫ് ദ റിമൈനിങ് കോഡ്, then we should try to catch the exception object thrown by the error condition and then display an appropriate message for taking corrective action. നമ്മുടെ പ്രോഗ്രാം ഇൻസ്റ്റൻ്റായിട്ട് നിന്ന് പോകാതെ എവിടെ വെച്ചാണോ എറർ സംഭവിച്ചേ ആ എറർ നമുക്ക് നമ്മുടെ GUIയിൽ കാണിച്ചു തന്ന് ആ എററിനെ പ്രോപ്പറായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സെപ്ഷനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ഈ ഒരു മെക്കാനിസത്തിനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ ദ പർപ്പസ് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്താണെന്നറിയാമോ? ടു പ്രൊവൈഡ് എ മീൻസ് ടു ഡിറ്റക്റ്റ് ആൻഡ് റിപ്പോർട്ട് ആൻഡ് എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് സോ ദാറ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ക്യാൻ ബി ടേക്കൺ. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം ഇതേ ഉള്ളൂ. നമുക്ക് വരുന്ന എക്സെപ്ഷൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ എക്സെപ്ഷൻ വരുന്ന ആ ഒരു സാഹചര്യത്തിനെ തിരിച്ചറിയുക, ഡിറ്റക്റ്റ് ചെയ്യുക, അതുപോലെ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ തിരുത്താനുള്ള അപ്രോപ്രിയേറ്റ് ആക്ഷൻ അവിടെ നടത്തുക. ഈ ഒരു മെക്കാനിസം ആണ് നമ്മുടെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഉദ്ദേശവും അതാണ്. ഒരു എററിനെ പ്രോപ്പറായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുക, അതിനെ അറിയിക്കുക, അതിനെ ഹാൻഡിൽ ചെയ്യുക. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ട്രൈ ക്യാച്ച്. ഇതൊക്കെ നമ്മൾ CPPയിലൊക്കെയും നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്, ട്രൈയും ക്യാച്ചും ഒക്കെ. ഓക്കെ, സോ ദ മെക്കാനിസം suggests incorporation of a separate error handling code that performs the following tasks. അതായത് ശരിക്കും ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് നമ്മൾ 4 സ്റ്റെപ്പ് വഴിയാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് ഫൈൻഡ് ദ പ്രോബ്ലം. ഓക്കെ, അതിന് നമ്മൾ ഹിറ്റ് എന്ന് പറയും. ഹിറ്റ് ദ എക്സെപ്ഷൻ എന്ന് പറയും. അതായത് ഡിറ്റക്റ്റ് ചെയ്യുന്നു, നമ്മളൊരു എററിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, അതിനെയാണ് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഹിറ്റ് ദ എക്സെപ്ഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുന്നു, ഒരു എക്സെപ്ഷനെ കണ്ടുപിടിക്കുന്നു. ഇനി രണ്ടാമത്തത് ഇൻഫോം ദാറ്റ് ദ എറർ ഹാസ് ഒക്കേർഡ്. അതിനെയാണ് ത്രോ ദ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം പോലെ നമ്മളത് ഇൻഫോം ചെയ്യണം. ഇങ്ങനൊരു എക്സെപ്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇൻഫോം ചെയ്യണം. അതിനെയാണ് ത്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് റിസീവ് ദ എറർ ഇൻഫർമേഷൻ. ഓക്കെ, റിസീവ് ദ എറർ ഇൻഫർമേഷൻ. അതെന്താണ്? അതിനെയാണ് ക്യാച്ച് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു എറർ ഇൻഫർമേഷൻ നമ്മളെ പ്രോഗ്രാമറിനെ കാണിച്ചു തരുന്നു. അതിനെയാണ് നമ്മൾ ക്യാച്ച് ദ എക്സെപ്ഷൻ എന്ന് പറയുന്നത്.
ക്യാച്ച് ദ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അതാരാണ് ചെയ്യേണ്ടത്? പ്രോഗ്രാമറാണ് ചെയ്യേണ്ടത്. അതായത് ഹാൻഡിൽ ദ എക്സെപ്ഷൻ. നമ്മളുടെ അപ്പോൾ പ്രോപ്പർ എറർ എന്തെങ്കിലും ഉണ്ടായാൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയണം നമ്മുടെ സിസ്റ്റത്തിന്, നമ്മുടെ പ്രോഗ്രാമിന്, അതായത് നമ്മുടെ ഇൻ്റർപ്രറ്ററിന് പ്രോപ്പറായിട്ട് അതിന് എറർ ഉണ്ടായി എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയണം. എന്നിട്ട് എറർ ഉണ്ടായെന്ന് അറിയിക്കാൻ കഴിയണം. അതാണ് അതിന് ത്രോ യൂസ് ചെയ്യും. ദെൻ എറർ എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്ത് തരണം. അതിന് ക്യാച്ച് എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ, ഒരു ടൂളല്ല, ഒരു മെക്കാനിസമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഫൈനലി പ്രോഗ്രാമർ എന്ത് ചെയ്യണം? അതിനെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, സോ ഈ 4 സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുന്നത്. ഇനി നമ്മുടെ കുറച്ച് എക്സെപ്ഷൻ ടൈപ്സും എന്താണ് ആ എക്സെപ്ഷൻ വരാനുണ്ടായ കാര്യം എന്നോ നോക്കാം. സോ ആദ്യത്തേത് അരിത്തമെറ്റിക് എക്സെപ്ഷനാണ്. അതെന്താണ്? നമ്മൾ മാത്തമെറ്റിക്കൽ എറേഴ്സാണ്. സച്ചസ് ഇപ്പം നേരത്തെ പറഞ്ഞത് തന്നെ ഡിവിഷൻ ബൈ 0 പോലെയുള്ള മാത്തമെറ്റിക്കൽ എറേഴ്സ് വരുമ്പോൾ കാണിച്ചു തരുന്ന ഒരു എക്സെപ്ഷനാണ് കാണിക്കുന്ന ഒരു എക്സെപ്ഷനാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ. ഇനി അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ. ഇതെപ്പോഴായിരിക്കും വരുന്നത്? ബാഡ് അറേ ഇൻഡെക്സസ് ആണെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറേ ബൗണ്ട് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അറേക്ക് ഓഫ് ഇൻഡെക്സ് നെഗറ്റീവ് നമ്പർ കൊടുക്കുന്നതൊക്കെ കേസ് വരും. പിന്നെ നെഗറ്റീവ് നമ്പറൊക്കെ വരുന്ന കേസസ് വരുമ്പോഴാണ് എന്ത് വരുന്നത്? അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ വരുന്നത്. ഇനി അറേ സ്റ്റോർ എക്സെപ്ഷൻ. കോസ്റ്റ് വെൻ എ പ്രോഗ്രാം ട്രൈസ് ടു സ്റ്റോർ ദ റോങ് ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ ആൻ അറേ. ഓക്കെ, അതായത് അറേ ടൈപ്പിന് മാച്ച് ചെയ്യാത്ത മറ്റൊരു ടൈപ്പ് ഓഫ് വാല്യൂ കൊണ്ട് അറേയിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അറേ സ്റ്റോർ എക്സെപ്ഷൻ വരുന്നത്. ഇനി അടുത്തത് ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ. കോസ്ഡ് ബൈ ആൻ അറ്റംപ്റ്റ് ടു ആക്സസ് എ നോൺ എക്സിസ്റ്റൻറ്റ് ഫയൽ. അതായത് നമ്മൾ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷേ അങ്ങനെ ഒരു ഫയൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ്? അവിടെ ഒരു എക്സെപ്ഷൻ വരുന്നു. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്? ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ എന്നായിരിക്കും കാണിക്കുന്നത്. ഇനി അടുത്തത് IO എക്സെപ്ഷൻ. കോസ്ഡ് ബൈ എ ജനറൽ IO ഫെയിലിയർ സച്ച് ആസ് ഇനബിലിറ്റി ടു റീഡ് ഫ്രം എ ഫയൽ. ഓക്കെ, സോ ജനറലായിട്ടുള്ള ഏത് IO ഫെയിലിയർ, IO എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റവും വേറൊരു ഫയലും ആയിട്ട്. ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ, ഒരു ഫയലിൽ നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. ഓക്കെ, അതൊരു IO ഓപ്പറേഷനാണ്. സോ റീഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ആ ഫയലിൽ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദെയർ കോസ് ആൻ IO എക്സെപ്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഓൾറെഡി ആ ഫയൽ ഡിലീറ്റ് ആയിപ്പോയ ഒരു ഫയലാണെങ്കിൽ വി കാൺ റീഡ്, അവിടെ ഒരു IO എക്സെപ്ഷൻ വരും. ഇനി അടുത്ത നൾ പോയിൻ്റർ എക്സെപ്ഷൻ. കോസ്ഡ് ബൈ റെഫറൻസിങ് എ നൾ ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു നൾ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യാൻ ശ്രമിച്ചാൽ നൾ പോയിൻ്റർ എക്സെപ്ഷൻ വരും. നമ്പർ ഫോമാറ്റ് എക്സെപ്ഷൻ. കോസ്ഡ് വെൻ എ കൺവേർഷൻ ബിറ്റ്വീൻ സ്ട്രിങ്സ് ആൻഡ് നമ്പർ ഫെയിൽസ്. ഒരു സ്ട്രിങ്ങിനെ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വരുന്ന എററാണ് നമ്പർ ഫോമാറ്റ് എക്സെപ്ഷൻ. ഇനി ഔട്ട് ഓഫ് മെമ്മറി എക്സെപ്ഷൻ. കോസ്ഡ് വെൻ ദെയർ ഈസ് നോട്ട് ഇനഫ് മെമ്മറി ടു അലോക്കേറ്റ് എ ന്യൂ ഒബ്ജക്റ്റ്. ഒരു ന്യൂ ഒബ്ജക്റ്റ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, മെമ്മറി ഇൻഅവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് മെമ്മറി എക്സെപ്ഷൻ വരും. ഇനി സെക്യൂരിറ്റി എക്സെപ്ഷൻ. കോസ്ഡ് വെൻ ആൻ ആപ്ലെറ്റ് ട്രൈസ് ടു പെർഫോം ആൻ ആക്ഷൻ നോട്ട് അലൗഡ് ബൈ ദ ബ്രൗസർ സെക്യൂരിറ്റി സെറ്റിംഗ്. നമ്മുടെ ബ്രൗസറിൽ നമ്മൾ സെക്യൂരിറ്റി സെറ്റിംഗ് ഒക്കെ മാറ്റി നമ്മൾ ചിലപ്പോൾ നമ്മുടെ യൂസറിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ സെറ്റിങ്സ് ഒക്കെ മാറ്റിയിടാൻ ശ്രമിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആപ്ലെറ്റ് വഴി എന്തെങ്കിലും ആക്ഷൻ നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ദെയർ കോസ് എ സെക്യൂരിറ്റി ഇഷ്യൂ. അപ്പോൾ അവിടെ എന്താണ്? സെക്യൂരിറ്റി എക്സെപ്ഷൻ എന്ന് പറയുന്ന ഒരു എക്സെപ്ഷനായിരിക്കും അവിടെ കാണിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റാക്ക് ഓവർഫ്ലോ എക്സെപ്ഷൻ. വെൻ ദ സിസ്റ്റം റൗണ്ട്സ് ഔട്ട് ഓഫ് സ്റ്റാക്ക് സ്പേസ് നമ്മുടെ സിസ്റ്റത്തിന് ഇപ്പം ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും നമുക്ക് ശരിക്കും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് മെമ്മറിയൊക്കെ അവൈലബിൾ ആയിരിക്കണം. സ്റ്റാക്ക് മെമ്മറിയൊക്കെ നിങ്ങൾ മെമ്മറി ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. പഴയ COAയിലും ഒക്കെ പഠിച്ച് എന്താണ് സ്റ്റാക്ക് മെമ്മറി ഓർഗനൈസേഷനൊക്കെ. സോ അവിടെ നമുക്ക് സ്റ്റാക്ക് സ്പേസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
സോ അതൊക്കെ നമ്മൾ സിസ്റ്റം തന്നെ ഹാങ് ആയി പോകുന്ന തരത്തിലുള്ള എക്സെപ്ഷൻസാണ് സ്റ്റാക്ക് ഓവർഫ്ലോ എക്സെപ്ഷനൊക്കെ. ഓക്കെ, ഇനി അടുത്തത് സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ വെൻ എ പ്രോഗ്രാം attempts to access a non-existent character. ഓക്കെ, പൊസിഷൻ ഇൻ എ സ്ട്രിങ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സ്ട്രിങ് ഇപ്പോൾ 5 സൈസുള്ള ഒരു സ്ട്രിങ് ആണ്. 8ാമത്തെ ഇൻഡെക്സിലുള്ള ഒരു ക്യാരക്ടർ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ദെയർ കോസ് ദിസ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ, സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട് എക്സെപ്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ ജാവയിലുള്ള എക്സെപ്ഷൻസിനെ നമുക്ക് 2 ടൈപ്പായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യാം. ചെക്ക്ഡ് എക്സെപ്ഷൻസും അൺചെക്ക്ഡ് എക്സെപ്ഷൻസും. ഓക്കെ, ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ദീസ് എക്സെപ്ഷൻസ് ആർ എക്സ്പ്ലിസിറ്റ്ലി ഹാൻഡിൽഡ് ഇൻ ദ കോഡ് ഇറ്റ് സെൽഫ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രൈ ക്യാച്ച് ബ്ലോക്സ്. ഓക്കെ, അതായത് ഇപ്പോൾ ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമറിന് തന്നെ മനസ്സിലാകുന്ന, അതായത് അയാൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന എക്സെപ്ഷൻസിനെയാണ് നമ്മൾ ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമർ തന്നെ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ അയാൾക്ക് തോന്നുകയാണ് അയാളുടെ ഇത്രയും പീസ് ഓഫ് കോഡിൽ എറർ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിനെ നമ്മൾ ട്രൈയിലിടും. എന്നിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രോഗ്രാമർ തന്നെ എക്സ്പ്ലിസിറ്റ്ലി ട്രൈ ക്യാച്ച് ബ്ലോക്ക് യൂസ് ചെയ്ത് എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസിനെയാണ് ചെക്ക്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ചെക്ക്സ് എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഓൾറെഡി, ട്രൈ ക്യാച്ച് എന്നൊക്കെ പറയുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാമോ? java.lang.exception ക്ലാസ്സിലാണ് കിടക്കുന്നത്. സോ ഈ പാക്കേജൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിടേണ്ടി വരും. java.lang പാക്കേജൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് ഈ ക്ലാസ്സസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അനദർ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ആണ് അൺചെക്ക്ഡ് എക്സെപ്ഷൻസ്. ദീസ് എക്സെപ്ഷൻസ് ആർ നോട്ട് ഹാൻഡിൽഡ് ഇൻ ദ പ്രോഗ്രാം കോഡ്. ഇൻസ്റ്റഡ് JVM ഹാൻഡിൽ സച്ച് എക്സെപ്ഷൻസ്. ഓക്കെ, അതായത് അത് നമ്മുടെ പ്രോഗ്രാം കോഡല്ല ഹാൻഡിൽ ചെയ്യുന്നത്, JVM തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഏത് ക്ലാസ് ആണെന്ന് അറിയാമോ ഹാൻഡിൽ ചെയ്യുന്നത്? java.lang.run time exception ക്ലാസ്സാണ് ദാറ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയാനുള്ള മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു 4 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫൈൻഡ് ദ പ്രോബ്ലം, അതായത് ഡിറ്റക്റ്റ് ചെയ്യുക, ദെൻ എറർ വന്നിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യുക, അതിനെ ത്രോ എന്നാണ് പറയുന്നത്. ദെൻ കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇത് റിസീവ് ദ എറർ ഇൻഫർമേഷൻ, എററിനെ കാണിച്ചു കൊടുക്കുന്നു. ക്യാച്ച് ദ ഇൻഫർമേഷൻ, ദെൻ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ്. അപ്പോൾ ഈ 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ പ്രോഗ്രാംസിൽ 2 സ്റ്റെപ്പായിട്ടാണ് നമ്മുടെ ഈ 2 സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എറേഴ്സിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നു, ത്രോ ചെയ്യുന്നു, അത് ഒരൊറ്റ സെഗ്മെൻറ്റും. പിന്നെ നമ്മുടെ അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ക്യാച്ചും ഹാൻഡ്ലിങ്ങും. ഓക്കെ, ക്യാച്ച് ചെയ്യുന്നു, എററിനെ ക്യാച്ച് ചെയ്യുന്നു, ഹാൻഡിൽ ചെയ്യുന്നു. ഇത് അടുത്ത സെഗ്മെൻറ്റുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്ലാസ്സിൽ